പൗലോസ്ലീഹ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, തന്നെത്താൻ മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അതെങ്ങനെ യേശു മധ്യസ്ഥനായത്? അവൻ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ പൂർണ്ണ ദൈവമാണ്, മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവൻ പൂർണ്ണ മനുഷ്യനാ. മനുഷ്യനും ദൈവവും തമ്മില തർക്കം. പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ ഇന്ന് നമ്മുടെ മധ്യയുള്ള മധ്യസ്ഥനാരാ? യേശു ക്രിസ്തു. മുമ്പൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു, ന്യായപ്രമാണം എന്ന മധ്യസ്ഥൻ. ഈ ന്യായപ്രമാണം എന്ന മധ്യസ്ഥനിൽ കൂടെ പിതാവാം ദൈവം നമ്മെ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി പാപം ചെയ്തു, ദൈവ കൃപയിൽ നിന്നും അന്യാധീനപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് അവൻ നോക്കുന്നത് ന്യായപ്രമാണത്തിൽ കൂടെയല്ല, തൻ്റെ പുത്രനിൽ കൂടെയാണ് നമ്മെ നോക്കുന്നത്. തൻ്റെ പുത്രനിൽ കൂടെ നോക്കുമ്പോൾ നാം ആരും പാപികളുടെ ലിസ്റ്റിലല്ല. രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും അവൻ്റെ മക്കളുടെ ലിസ്റ്റിലാ, പുത്രൻ്റെ ലിസ്റ്റിലാ.